ഈശ്വരൻ നിറഞ്ഞവരെ ഇന്ന് ഡിസംബർ 26 സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നേരിടും. ഡിസംബർ 25 ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചിട്ട് തൊട്ട് പിറ്റേ ദിവസമാണ് സഭയില് ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള സ്റ്റെഫാനോസ് കുഞ്ഞാനെ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. ഇത് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിതാണ്, ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധത്തിലെത്തണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയുള്ള ബന്ധത്തിലാണ് എത്തേണ്ടത്? അതായത് ജീവൻ പോയാലും എന്നെ ഞാൻ കൈവിടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് വളരണമെന്ന് ഈ ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള സെന്റ് സ്റ്റീഫന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ സ്റ്റെഫാനോസിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട്. അതായത് കല്ലുകൾ എറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകള് സ്റ്റെഫാനോസിന്റെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന സമയത്ത് അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്, സ്റ്റീഫൻ അല്ലെങ്കിൽ സ്റ്റെഫാനോസ് കണ്ണുകൾ ഉയർത്തി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു എന്ന് പറയുകയാണ്. മരണകരമായ ഒരു അപകട സമയത്ത് പോലും ദൈവത്തിന്റെ മഹത്വം ദർശിക്കണം എന്നുണ്ടെങ്കിൽ ദൈവം അത്രമേൽ ദൈവവുമായിട്ട് ആഴമായ ബന്ധമുള്ളവനായിരിക്കണം. അതുകൊണ്ടാണ് സ്റ്റെഫാനോസിന് മരണസമയത്ത് പോലും ദൈവത്തിന്റെ മഹത്വം ദർശിച്ചിട്ട് ഈ കൊല്ലാൻ വരുന്ന ആളുകളോട് പോലും ക്ഷമിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാകണമെന്ന് സഭ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്മസിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ സ്റ്റെഫാനോസിന്റെ ഓർമ്മദിനവുമായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്, തിരുനാൾ കൂടിയായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ സ്റ്റെഫാനോസിന്റെ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധ സ്റ്റെഫാനോസിനെ പോലെ ദൈവസന്നിധിയില് ധൈര്യത്തോടെ വിശ്വാസപൂർവ്വം മുന്നോട്ട് നീങ്ങാനുള്ള ഒരു കുറിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവുമായിട്ട് അത്രമേൽ ആഴമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട്